ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്കൂളിൽ പോകുന്ന ടൈമിൽ എനിക്ക് കൂട്ടാനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ അതൊക്കെ കട്ട് ചെയ്ത് ബോക്സിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കങ്ങനെ നമ്മൾ തൊടിയിൽ രണ്ട് വാഴമാണി ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കൊടുത്ത് ഞാൻ വൃത്തിയാക്കാണ് കേട്ടോ. അതിൻ്റെ മുകളിലുള്ള തൊലികളൊക്കെ കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന് അകത്തുള്ള കഴമ്പ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കട്ട് ചെയ്ത് ഞാനൊരു ബോക്സിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ നാളെ സ്കൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമുക്ക് കൂട്ടാൻ എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് അതെടുത്ത് കുക്ക് ചെയ്താൽ മതിയല്ലോ, പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പം ഞാൻ തലേ ദിവസം നമ്മളുടെ വാഴമാണി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉപ്പേരി നിങ്ങൾ ഉണ്ടാക്കിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ മമ്പയർ അതുപോലെ ചെറുപയറൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുള്ള വാഴമാണി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ കറ പോവാനൊന്ന് തിരുമ്പി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് മമ്പയറാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ മമ്പയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെറുപയർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് ആവശ്യം നമുക്ക് കുറച്ച് വലിയ ഉള്ളിയാണ് കേട്ടോ. അതും ഞാൻ രാത്രി തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. വലിയ ഉള്ളി അതുപോലെ ചെറിയ ഉള്ളി അങ്ങനെയുള്ള ഉള്ളികളൊക്കെ രാവിലെ തൊലിക്കാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരുപാട് ടൈം അതിനായിട്ട് ഇരിക്കേണ്ടി വരും. അപ്പം ഞാൻ നമ്മുടെ വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണ് തലേദിവസം തന്നെ. അതും ഒരു ബോക്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ചെറുപയർ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വാഴമാണി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ കുക്കറിനകത്ത് ചെറുപയറിട്ട് ഒരു 2 പച്ചമുളകും നടുവിളർത്തി അതിൽക്കിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ചെറുപയർ ഫസ്റ്റ് നമ്മൾ വേവിച്ചെടുക്കണം. അതിനോടൊപ്പം തന്നെ ഞാൻ നമ്മളുടെ റൈസ് കുക്കറിനകത്ത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അതും തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ചെറുപയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ചപ്പാത്തി ആയിരുന്നു, അപ്പോൾ ചപ്പാത്തിയും ഇതിനിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ഇഡ്ഡലി അങ്ങനെ നമുക്ക് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും. ചപ്പാത്തി കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു 8-9 ചപ്പാത്തി മതി, അതും പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ. നൂൽപുട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവുക. അങ്ങനെ തേങ്ങാപ്പാൽ കറിയും അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഞാൻ കഴിക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം ഫോണൊക്കെ നോക്കി റിലാക്സ് ആയിട്ടിരുന്ന് കഴിക്കും കേട്ടോ. അപ്പോഴേ നമുക്ക് വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ നമ്മൾ തലേ ദിവസം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വാഴമാണി കട്ട് ചെയ്തത്, വലിയ ഉള്ളി അതുപോലെ ചെറുപയർ ഓൾറെഡി ഞാൻ വേവിച്ചിട്ടാണ് ഞാൻ പാത്രത്തിലോട്ട് ആക്കി വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഞാൻ നമ്മുടെ വീഡിയോനകത്ത് പറഞ്ഞില്ലേ ഇട്ട് കഴുകിയിട്ടുള്ള നമ്മളുടെ ചീനച്ചട്ടിയാണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ സവോള അതായത് വലിയുള്ളി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വലിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം, എന്നാലേ നമുക്ക് ഈ ഉപ്പേരിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ അടുപ്പിനകത്ത് ഞാൻ കുറച്ച് ചമ്മന്തി സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ചമ്മന്തി, അച്ചാർ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. സ്റ്റാഫുകളുടെ ഇടയിൽ തിരക്കുണ്ടാക്കുക. എല്ലാവർക്കും ചമ്മന്തിയും അതുപോലെ അച്ചാറൊക്കെ ഫേവറേറ്റാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും കേട്ടോ, ചമ്മന്തി, അച്ചാർ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം എനിക്കാണെങ്കിൽ ഡെയിലി ചമ്മന്തി അച്ചാർ എന്തായാലും എനിക്ക് വേണം കേട്ടോ, ഒരു സൈഡായിട്ട്. അപ്പോൾ ഞാൻ അധിക ദിവസങ്ങളിലും കൊണ്ടുപോകാറുണ്ട്. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. അത് തേങ്ങ വറുത്ത് അരക്കുന്ന ചമ്മന്തിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് നമ്മളുടെ വറ്റൽമുളക്, ഉണക്കമുളക് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയ മീൻസ് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചിരവിയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മളുടെ ഇപ്പുറത്തുള്ള സവാള ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴമാണി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വാഴമാണി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി പിടിപ്പിക്കുന്നത് അതിനകത്തുള്ള കറ പോകാനാണ് കേട്ടോ. അപ്പോൾ ഒരു കയ്പ്പ് ഉണ്ടാവില്ല വാഴമാണിക്ക്. അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇനി ഞാനത് നമ്മളുടെ വലിയ ഉള്ളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനോട് കൂടെ തന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ എക്സ്ട്രാ പൊടികളൊന്നും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് എരിവ് ഇതിന് വേണ്ട പച്ചമുളക് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടടുപ്പിലും നമ്മളുടെ സംഭവങ്ങളുണ്ട്. ഒന്ന് ഞാൻ തേങ്ങ വഴറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഉപ്പേരിക്കുള്ളതും വഴറ്റിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ വലിയ ഉള്ളി, അതുപോലെ വാഴമാണി, പച്ചമുളകൊക്കെ ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ല വറുവായിട്ട് അരച്ച് കഴിഞ്ഞാൽ ചമ്മന്തിക്ക് വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വഴറ്റി വന്നിട്ടുള്ള നമ്മളുടെ ഉപ്പേരിയിലേക്ക് ഞാൻ ചെറുപയർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തീയിലിട്ട് ഇതൊന്നിങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. തീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാൻ ചെറുപയറിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വാഴമണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ നല്ല വറുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ആ ടൈമിലാണ് രാവിലെ സ്കൂൾ പോകുന്ന ടൈമിലാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഖത്തറിലാണ്. അപ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്യായിരുന്നു കേട്ടോ. രാവിലെ സ്കൂൾ പോകുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അവളോട് എങ്ങനെ വെക്കുക എന്ന് പറയുക. പക്ഷെ എന്നാലും ഞാൻ കിച്ചണിലത് വെച്ചിട്ട് ഞാൻ അവളുമായിട്ട് സംസാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് മീൻകാവരം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മീൻ മേടിച്ച് പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ മീനൊക്കെ നന്നാക്കി ഫ്രൈ ചെയ്തത്. അതോടൊപ്പം തന്നെ നല്ലൊരു വെണ്ടക്ക കറി വെച്ചിട്ടോ. മീനിൽ അയല ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നല്ലൊരു വെണ്ടക്ക കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് അലക്കാണ്ടായിരുന്നു. നമ്മൾ സ്കൂൾ വിട്ട് വന്ന കുട്ടികളുടെ യൂണിഫോമും അതുപോലെ കുറച്ച് ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഉണക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് പൊടി തട്ടിയപ്പോൾ എനിക്ക് റാക്കുമെന്ന് നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ പോയ അന്ന് മോളൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഡയറിയും അതുപോലെ അതിനകത്തൊരു പെന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാകെ പൂപ്പിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. ഒരു ഓർമ്മയായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുത്തു. ഞാൻ ഇതിൽ ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട്, ഇയർ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. അത് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ചെറിയ പൂപ്പലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഞാനിത് വീണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ്. നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.